Hi friends, Bismi കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എഗ്ലെസ് കസ്റ്റർഡ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റിയാണ്. ഇത് നമ്മൾ മിക്സിയോ ഓവനോ അതേപോലെ തന്നെ ബീറ്ററോ ഒന്നും ഉപയോഗിക്കാതെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു അടിപൊളി കസ്റ്റർഡ് കേക്കാണിത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് കസ്റ്റേർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് 3/4 കപ്പ് പൗഡർ ഷുഗർ. നമ്മൾ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഒരു 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് കിട്ടും. അപ്പോൾ ആ പഞ്ചസാര പൊടിച്ചത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. പിന്നെ നമ്മൾ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇപ്പം നമുക്ക് മെഷർമെൻറ്റ് കപ്പില്ലെങ്കിൽ ഏതെങ്കിലും ചായ കുടിക്കുന്ന ഒരു ഗ്ലാസ് ആയാലും മതി കേട്ടോ. അപ്പോൾ എല്ലാ അളവും ഗ്ലാസ്സിൽ അതേ ഗ്ലാസ്സിൽ തന്നെ മെഷർ ചെയ്ത് എടുക്കുക. ഒന്നില്ലെങ്കിലും 3 വട്ടം ഇതേപോലെ അരിച്ചെടുക്കുക. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അരിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാര നമ്മൾ പൊടിച്ചിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കട്ടയാവും. ഇനി ഇതേപോലെ ഒരു വിസ്ക് കൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് പകരം 3 പ്രാവശ്യം നേരത്തെ പറഞ്ഞ പോലെ അരിച്ചെടുത്താലും മതിയാകും. ഇപ്പോൾ ഇതാ നന്നായിട്ട് ഞാൻ ഈ വിസ്ക് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരു 2 ടീസ്പൂൺ പൊടി, ഒരല്പം tutifruity എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഈ tutifruity ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റാണ്, അത്ര മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മൾ മാവെടുത്ത അതേ ബൗളിന് എടുത്തിട്ടുണ്ട്. ഒരു എന്താ പറയുക, ടിഷ്യൂ പേപ്പർ കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതിയാകും, കഴുകേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഗ്ലാസ് അളവിലാണ് എടുക്കുന്നതെങ്കിൽ മൈദ എടുത്ത അതേ ഗ്ലാസ്സിൽ 1/2 കപ്പ് തൈര് എടുത്താൽ മതിയാകും. അധികം പുളിയില്ലാത്ത തൈര് വേണം നമ്മൾ ഈ കേക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആ വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. തീരെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് ഈ പാത്രവും ഈ വിസ്കും ഒപ്പം ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ നന്നായിട്ടിത് മിക്സായി കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതിയാകും കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മളിവിടെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ളത് അത് നമുക്ക് ഈ തൈരിലേക്ക് കുറച്ച് വീതം ചേർത്ത് കൊടുക്കാം. ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം ഓയിലെടുത്ത അതേ കപ്പിൽ 1/4 കപ്പ് പാലാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്.
ഇപ്പം 1/4 കപ്പ് പാൽ ചേർത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ലേശം കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് 1 ടേബിൾ സ്പൂണോളം വരുന്ന പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. അത്രയും മതിയാകും. നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക കസ്റ്റേർഡ് പൗഡർ അല്ലേ ചേർത്ത്. അപ്പോൾ അതിൻ്റെ ഒരു യെല്ലോ കളർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഇതാ ബദാം മിക്സിൻ്റെ കളർ അല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്, മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരം നിങ്ങളുടെ അടുത്ത് ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാവും കേട്ടോ. ഇത് അവോയ്ഡ് എൻ്റെ അടുത്ത് ഫുഡ് കളറൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയൊരു കളർ ഇത് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കളറില്ലെങ്കിലും ഒരു പ്രശ്നമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ കണ്ടോ ചെറിയൊരു കളറൊക്കെ വന്നിട്ടുണ്ട്, നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. ഇതാ അപ്പോൾ ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് നമ്മളിവിടെ മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്നിങ്ങനെ കറക്കിയെടുത്താൽ മതിയാകും. അപ്പം ഞാൻ എന്താ ഇതേപോലെ ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്ന് ഒരല്പം ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരല്പം ചെറി ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ്, ഇല്ലെങ്കിലും ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നോക്കാം, ഇതാണ് നമ്മുടെ ഓവൻ സെറ്റപ്പ്. അപ്പോൾ ഇതിലേക്ക് ഈ പാത്രം നമ്മളൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ബാറ്റർ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. ഒരു 30 മുതൽ 35 മിനിറ്റ് വരെയാണ് കേട്ടോ ഈ നമ്മുടെ കേക്കിൻ്റെ ബേക്കിംഗ് ടൈം. അപ്പോൾ ഒരു 30 മിനിറ്റ് ആകുമ്പോൾ തുറന്ന് നോക്കുക, ആയിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ക്ലിയർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളൊരു 45 മിനിറ്റ് എടുത്തിട്ടോ ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ നോക്കാം, നമ്മുടെ എഗ്ഗ്ലെസ് കസ്റ്റേർഡ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ നമ്മൾ നീക്കം ചെയ്തിട്ടുണ്ട്, നല്ല സ്പോഞ്ചിയാണ് കണ്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വിസ്മയ കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് ലഭിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.